ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 18/8/2026 നടന്ന കാറ്റലോഗ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ഒരു വിശദമായ അവലോകനം, അതിനെക്കുറിച്ചൊരു ക്ലാസ് ചെയ്യാമോ എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ക്ലാസ് ഞാൻ തയ്യാറാക്കിയത്. ധാരാളം ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു തസ്തികയാണ് കാറ്റലോഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. 2686 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരുന്നത്. എന്നാൽ ഏകദേശം 67% ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷയ്ക്ക് ഹാജരായത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നേ ഉള്ളൂ. പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ അവലോകനവും അതുപോലെ തന്നെ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെ വരും എന്നതിനെക്കുറിച്ചും ഒക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ കാറ്റലോഗ് അസിസ്റ്റന്റ് തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ക്ലാസിഫൈഡ് കാറ്റലോഗ് കോഡ് എന്നിവയിലെ പ്രധാന റൂളുകൾ, എൻട്രികളുടെ നിർമ്മാണം, അതുപോലെ ഡേറ്റ എലമെന്റുകൾ എന്നിവയിൽ നിന്ന് ആഴത്തുള്ള ചോദ്യങ്ങൾ പ്രസ്തുത പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പരീക്ഷ എന്ന് പറയുന്നത് ഒരു മീഡിയം ലെവൽ പരീക്ഷയായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ. അതുപോലെ തന്നെ ഈ MARC 21 ടാഗുകൾ, അതായത് ഉദാഹരണത്തിന് 100, 245, 260, 300 തരം ടാഗുകൾ, മെറ്റാഡേറ്റ സ്റ്റാൻഡേർഡുകൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈബ്രറി ക്ലാസിഫിക്കേഷൻ, DDC ടേബിളുകൾ, ഫാസ്റ്റ് അനാലിസിസ്, അതുപോലെ തന്നെ PMEST ഫോർമുല എന്നിവ അടിസ്ഥാനമാക്കിയുള്ള പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലൈബ്രറി IT ആൻഡ് ഓട്ടോമേഷൻ, ഓപ്പൺ സോഴ്സ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ആയ കോഹ, ഡിജിറ്റൽ റെപ്പോസിറ്ററി സോഫ്റ്റ്വെയർ ആയ ഡീപ് സ്പേസ്, ഗ്രെയിൻ സ്റ്റോൺ എന്നിവയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വായിക്കാൻ സാങ്കേതിക വിദ്യകൾ സ്പർശിക്കുന്നവ ആയിരുന്നു. അതുപോലെ തന്നെ ഏകദേശം 30% ചോദ്യങ്ങളും നേരിട്ടുള്ളവ, അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നെങ്കിലും ബാക്കി 70% ചോദ്യങ്ങളും പ്രസ്താവന രൂപത്തിലുള്ളതും അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. എങ്കിൽ പോലും സമയം എടുപ്പിക്കുന്നവയായിരുന്നു എന്നുള്ളതാണ് പൊതുവെ പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ പരീക്ഷയെ സംബന്ധിച്ച് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് 48-നും 58-നും ഇടയ്ക്കൊക്കെയുള്ള കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത. എങ്കിലും സേഫ് സ്കോർ പറയുകയാണെങ്കിൽ 60 മാർക്കിന് മുകളിൽ 60+ മാർക്കുള്ളവർക്ക് ലിസ്റ്റിൽ വരാം എന്നുള്ള രീതിയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്കോറായിട്ട് മികച്ച സ്കോറായിട്ട് വേണേൽ കരുതാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 120 ദിവസത്തിനുള്ളിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ, അത് പ്രത്യേകം ഓർക്കണം, അങ്ങനെ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ ഏകദേശം ഒരു 120 ദിവസത്തിനുള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും തങ്ങളുടെ ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളോട് അവരവരുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അത് കൃത്യമായിട്ട് ആ പീരീഡിനുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഒരു 99%ഓളം ഷോർട്ട് ലിസ്റ്റ് വരാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ഈ പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ ഒരു അവലോകനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. പരീക്ഷയെ സംബന്ധിച്ചും കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചും ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തെ സംബന്ധിച്ചൊക്കെ തന്നെ നമ്മൾ വിശദമായിട്ട് കണ്ടു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.